അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗരം മസാലൻ്റെ കൂട്ടായിട്ടാണ്. ഗരം മസാല ഉണ്ടാക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കൂട്ട് കുറഞ്ഞിട്ടോ കൂടിയിട്ടോ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിലും സ്മെല്ലൊക്കെ മാറ്റം വരും. അത് കാരണം തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മെഷർ ചെയ്തിട്ടെടുക്കുന്നത്. പിന്നെ അത് ആദ്യം തന്നെ ഇതൊക്കെ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അളവ് നോക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഏലം എടുത്തിട്ടുണ്ട്, കറുത്ത ഏലം. പിന്നെ സാദാ ഏലക്കായ 1.5 ടേബിൾ സ്പൂണ്, തക്കോലം 1 ടേബിൾ സ്പൂണ്, ഗ്രാമ്പു 1 ടേബിൾ സ്പൂണ്, ബേലീഫില്ലേ പട്ടൻ്റെ ഇല 1 കൈപ്പിടി, പട്ട ഈ 2 സ്റ്റിക്ക് പട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാം. ജാതിക്കൻ്റെ കുരു ചെറിയതൊരെണ്ണം, കുരുമുളക് 2.5 ടേബിൾ സ്പൂണ്, 2.5 ടേബിൾ സ്പൂണ് വലിയ ജീരകം. എല്ലാ കൂട്ടും നമുക്കിനി പാനിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ ചൂട് എല്ലായിടത്തും എത്തുന്നവരെ നല്ലപോലെ വറുത്തെടുക്കുക. പിന്നെ ഒന്ന് ചൂടാണതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായാലും ഇറച്ചിക്കറി പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ഗരം മസാല ആവശ്യം വരും. ഇത് പൊടിക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും കേട്ടോ. നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലുമാണ്, ടേസ്റ്റും നല്ല തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.